ഇല്ല, ജനങ്ങൾ ഒന്ന് ഈ തെരഞ്ഞെടുപ്പിന് ഒന്നെനിക്ക് പറയാനുള്ളത്, UDF എനിക്ക് ഈ സീറ്റ് അനുവദിച്ച് തന്നതിന് ശേഷം UDFിൻ്റെ കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തിയത്. അതിന് പ്രത്യേകിച്ചും ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരുടെ വലിയ പ്രവർത്തനം, മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ നേതാക്കന്മാർ, അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ, RSPയുടെ, നാഷണൽ ജനതാദളിൻ്റെ, അവരൊക്കെ ഈ നിലമ്പൂരിൽ വന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നെ ജയിപ്പിക്കാനുള്ള നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിച്ചു എന്ന് മാത്രമല്ല, നിലമ്പൂരിലെ UDFിൻ്റെ പ്രവർത്തകരെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് നേരിടാനുള്ള ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിച്ചു എന്നതുകൂടി ഒരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ ആദ്യമായി ഇതിന് കടപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിനോടാണ്. ശ്രീ KC വേണുഗോപാലിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രീ ഖാർഗെജിയുടെ, അതേപോലെ തന്നെ രാഹുൽജിയുടെ, പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ ഹൈക്കമാൻഡ് തന്നെ ഈ വിജയം ഉറപ്പുവരുത്താൻ അതിനുവേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ഒക്കെ നൽകിയിട്ട് അതിന് ഹൈക്കമാൻഡിനോടുള്ളൊരു വലിയ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല, നിലമ്പൂരിലെ വോട്ടർമാർ ഇതിൻ്റെ ആദ്യഘട്ടം മുതലുള്ള കൺവെൻഷൻ മുതലാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥി പര്യടന വേളയാണെങ്കിലും കുടുംബയോഗങ്ങളാണെങ്കിലും എല്ലാ ഇടങ്ങളിലും അത് കൃത്യമായി അതിനകത്ത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി സമയബന്ധിതമായി തീർത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൃത്യമായി എൻ്റെ എഞ്ചിനീയറിംഗ് കോൺഗ്രസിൻ്റെ UDFിൻ്റെ നേതൃത്വം നടത്തി എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ആളുകൾ അത്ര ആവേശത്തിലാണ്. മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം, പാണക്കാട് സാദിഖ് അലി തങ്ങളാണെങ്കിലും അബ്ബാസ് അലി തങ്ങളും, അതുപോലെ തന്നെ മുനവർ അലി തങ്ങളും, അതുപോലെ KPCC പ്രസിഡൻറ്റും സണ്ണി ജോസഫ് MLAയും VD സതീശൻ MLAയും അവരെല്ലാം നേതൃത്വത്തിൽ നടത്തിയ ഒരു എണ്ണയിട്ട യന്ത്രം പോലെയുള്ള പ്രവർത്തനം, അത് UDFിന് താഴെ തട്ടിലെ പ്രവർത്തകർക്കൊരു വലിയ ആവേശമാണ്. മാത്രമല്ല, നമ്മുടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും PC വിശ്വനാഥും PK ഫിറോസും KM ഷാജിയും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ, ഷാഫി പറമ്പിലൊക്കെ അടങ്ങും KM ഷാജിയും, അതുപോലെ തന്നെ സന്ദീപ് വാര്യരും ചാണ്ടി ഉമ്മനും ഒക്കെ നേതൃത്വം നൽകുന്ന ഒരു യുവനിര ഒരു വല്ലാത്ത ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പിന് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, KPCC നിയോഗിച്ച കേരളത്തിലെ കോൺഗ്രസിൻ്റെ MLAമാർ, MP മാർ, KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, മുൻ MP മാർ, മുൻ MLAമാർ, മുൻ ഭാരവാഹികൾ എല്ലാവരും ഇതിനെ കേവലം ഒരു 11 മാസത്തേക്കുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് UDF കണ്ടിട്ടേയില്ല. പൂർണ്ണമായും ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു ജനവിധിയായിരിക്കുമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താവുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാവണമെന്ന തീരുമാനത്തോടു കൂടി നടത്തിയ ഒരു നല്ല പ്രവർത്തനം കൂടിയാണ്. ഇനി താഴെ തട്ടിലാണെങ്കിൽ ബൂത്ത് തല കമ്മിറ്റികളും പഞ്ചായത്ത് തല കമ്മിറ്റികളും ഇത്രയധികം ആവേശത്തോടു കൂടി UDFിൻ്റെ പ്രവർത്തകർ ഒരു കെട്ടായി, ഒരു മെയ്യായി, ഒരു മനസ്സായി എല്ലാവരും ഒരുമിച്ച് കൊണ്ടുള്ള പ്രവർത്തനം. അതിനിടയ്ക്ക്
പല വിവാദങ്ങളിലേക്കും കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചുവെങ്കിലും നിലമ്പൂർ ആ വിവാദത്തിനൊന്നും ചെവി കൊടുക്കാതെ നിലമ്പൂരിൽ കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂർ അവഗണിക്കപ്പെടുകയും ഇടതുപക്ഷത്തിന്റെ വാഗ്ദാനങ്ങളാൽ കബളിപ്പിക്കപ്പെടുകയും വോട്ടെടുപ്പിന് ശേഷമുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് UDF സ്ഥാനാർത്ഥി ആരണ്യ ചൗഹത്ത. UDF കൈമേയ് മറന്ന ഒറ്റക്കെട്ടോടുകൂടിയാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതിന്റെ